ചുമന്നുള്ളി കേട്ടോ. ചുമന്നുള്ളിക്ക് സത്യം പറഞ്ഞിട്ട് നല്ല വില കേട്ടോ. ഞാൻ എപ്പോൾ വന്നാലും നാട്ടിൽ നിന്ന് ചുമന്നുള്ളി കുറച്ച് ബൾക്കായിട്ട് കൊണ്ടുപോയി. ഇത് ശർക്കര ഇട്ട് പിന്നെ ഉണ്ടായിരുന്നില്ലേ? ശർക്കര അത് ഫസ്റ്റ് അത് പാക്ക് ആയപ്പോൾ ഉരുമ്പില്ല, അപ്പൊ പിന്നെ പാക്ക് ചെയ്ത ഷെഫിയുടെ ഫേവറേറ്റിലെ ഉണ്ട്, പിന്നെ ചൂരയുണ്ട്, കക്കാർച്ചിയുണ്ട്, അങ്ങനെ കുറെ മീനുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ വന്നപ്പോ ഉമ്മാട് പറഞ്ഞ എല്ലാം കുറച്ച് കഴിക്കണമെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇത്തിരി മീൻ കൂട്ടണം. ഇത് സ്കേർട്ടാണ് കേട്ടോ. ഇത് സ്കേർട്ടും ഇത് ബ്ലൗസും കൂടെ. ഇത് അരിപ്പൊടി കേട്ടോ. പുട്ടുണ്ടാക്കണ്ടേ, പുട്ടുണ്ടാക്കാൻ ഉമ്മാട് അരിപ്പൊടി ഇട്ടാ പുട്ടുണ്ടാക്കുന്നത്. ഇത് ബീഫ്. ശരി, സാരി വെക്കേ വേണ്ട. ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ സാധനം. എനിക്ക് ചുരിദാർ വാങ്ങണമെന്ന് പറഞ്ഞ് പോയതാ. അപ്പൊ അവിടെ ചെന്നപ്പോ ചുരിദാർ എന്നെ വിളിച്ചപ്പോ എനിക്കാണെങ്കിൽ ചുരിദാർ ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സാരി മതി. അങ്ങനെ എന്റെ ഒരു ഓഫ് വൈറ്റിന്റെ സാരി, ഇതിനകത്ത് സ്റ്റോൺ വർക്ക് വന്നേക്കുന്ന കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഞങ്ങൾക്ക് സുഖമാണ്. നിങ്ങൾ കണ്ടല്ലോ, അമാനും ഓൾറെഡി തിരിച്ചു വന്നു. പിന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നോട് പറയും ഞാനിനി ഒറ്റയ്ക്ക് നാട്ടിൽ തിരിച്ചു പോത്തില്ലാന്ന് കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോ ഉമ്മായും വാപ്പായും എല്ലാരും വേണമെന്നാ. ആണോ മനു? ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ആയി. ഇനി എന്നത്തെ പറയാം, പ്ലസ് ടു കഴിയുമ്പോൾ ഇനി ഒറ്റയ്ക്ക് നാട്ടിൽ പോകണ്ടേ. എക്സ്പീരിയൻസ് ഒക്കെ ആയി എന്ന് പറഞ്ഞു കേട്ടോ. മോന് ഒരു ചെറിയ സർജറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചില്ലായിരുന്നു, അതിനകത്ത് എന്തൊക്കെയായിരുന്നു വിശേഷങ്ങളെന്ന് നാട്ടിലെ. അപ്പം നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോഴും ഇവിടുന്ന് പോകുമ്പോഴും ആളുകൾക്കെല്ലാം അറിയേണ്ടത് നമ്മുടെ പെട്ടിയിൽ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പൊ എന്റെ അതേണ്ട പെട്ടി ഞാനിത് 3 എടുത്ത് വെച്ചിരിക്കുകയാണ്. കാർട്ടൂൺ ഞാനൊന്ന് പൊട്ടിച്ചിരുന്നു കേട്ടോ. കാരണം ഇതില് ഫ്രഷ് മീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചീത്തയായിപ്പോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അമ്മാനും ആ മീനൊന്നും എടുത്തോണ്ട് വരണേ മോനെ. ഓക്കെ, അപ്പൊ മീൻ അതിനകത്താണ്. അപ്പൊ നേരെ ഇത് 3 കൊണ്ടുവന്നിട്ടോ. അവന് 46 കിലോ കൊണ്ടുപോയായിരുന്നു. അപ്പൊ കുറച്ച് വെയിറ്റ് 4 കിലോ കൂടുതലായിരുന്നു കേട്ടോ. അവര് പിന്നെ കുഴപ്പമില്ല, കയറ്റി വിട്ടോളാൻ പറഞ്ഞ്. അപ്പം ഇതില് പിന്നെ ഓൾമോസ്റ്റ് ഒരു 6 കിലോ കൂടുതലുണ്ട് ഇതിനകത്ത്. ഇതിലെല്ലാം ഡ്രസ്സാണ്. ഇതിലും അച്ചാറും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ 1 by 1 ആയിട്ട് പൊട്ടിക്കുക എന്തൊക്കെയാണെന്ന്. മീൻ എന്തേ എടുക്കാൻ അല്ല, എടുത്തോ, കുഴപ്പമില്ല. എടുക്കാൻ എടുക്കാൻ പറ്റില്ല ശരിയാ. അവ എടുത്തത് ശരി എടുത്തത്. അപ്പൊ നമുക്കട്ടെ ആദ്യം നമുക്ക് ഈ പൊട്ടിക്കാവേ. ഇതിലെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അമാനുവിന്റെ ഡ്രസ്സാണ് ഇതിലെല്ലാം കേട്ടോ. അമാനു എന്തുപാടാ ഇത് മടക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊന്നും ചുവാരി പോയി. വെച്ചോ വെച്ചോ വെച്ചോ. അമ്മോ, ഇതെല്ലാം ഇവന്റെ പാൻറ്റാട്ടോ. ഇത് അവന്റെ ഡ്രസ്സ്. ഓക്കെ, ഇതെല്ലാം ടൈഡി കറക്റ്റ് ആക്കി വെക്കാഞ്ഞത്. ഇതെന്റെ ബ്ലൗസാണേ. എനിക്കൊരു 2-3 സാരിയുടെ ബ്ലൗസ് ഞാൻ നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യിച്ചായിരുന്നു കേട്ടോ. അതെന്റെ 2, 3 എല്ലാം ചുണ്ടുകൂടിയിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ പാൻറ്റ്, ഷെഫിക്ക് കയ്യില് ഷർട്ട്. ഇതിലുള്ള അമാനുവിന്റെ തുണിയാന്ന് തോന്നില്ലേ? ഇതിൽ വേറൊന്നുമില്ലല്ലോ. ഇല്ലേ, നമ്മളെ അതിന്റെ ഉമ്മാന്റെ അബൂദിന്റെ ഉടുപ്പ് ഇല്ല. ഇതിലാണോ? എടുത്തോ. ഇതിൽ നിന്റെ ഡ്രസ്സ് എല്ലാം എടുത്തു. ഞാൻ കൊണ്ടൊന്ന് ഇറക്കി വെക്കട്ടെ. ഞാൻ എൻ്റെ എല്ലാം ബ്ലൗസ് റിപ്പയർ ചെയ്യാൻ കൊടുത്തതല്ലേ. ഇത് നാട്ടിൽ റിപ്പയർ ചെയ്യാൻ കൊടുത്തതാണ്. നാട്ടിൽ സ്റ്റിച്ച് ഇടുന്നത് കേട്ടോ. എൻ്റെ ബാക്ക് സൈഡിലെ സിബ് ആണെങ്കിൽ പൊക്കോണ്ടിരുന്നതായിരുന്നു. പിന്നെ നിൽക്കുന്നില്ല, ഞാൻ മാറ്റിയിട്ട് ഹുക്കാക്കി. അല്ല നിന്റെ നിന്റെതാ. ഇത് ഈ ടീഷർട്ട് ആർക്കാ? ഈ അമാനു ഈ സ്റ്റാൻഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച മോനെ. ഇതെനിക്കാ? എനിക്കൊരു ടീഷർട്ട് അടിപൊളി ആയില്ലോടാ. നല്ല കളറൊക്കെയാണല്ലോ. ഇതാ ഇതെനിക്കാ? ശരി, എനിക്ക് 2 ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഷർട്ട്, നിന്റെ ഷർട്ട്.
അത് കവറ് ഐഫോണിന്റെ കവറ്. ഇത് അബ്ദുള്ളാടെയാ? ഇത് മാമാന്റെ ഗിഫ്റ്റാ. മാമാടെയാ? അബ്ദുള്ളക്ക് വേണ്ട ഒരു ഷർട്ട്. ഇത് മാമാടെ ഗിഫ്റ്റ്. അബ്ദുള്ള അതിനോട് പാന്റ് കൂടെ ഉണ്ട്. പാന്റ് നോക്കിയാ അബ്ദുള്ള മാമ മേടിച്ചതേ മോനിക്ക്. മാമ മേടിച്ചതന്നെ. അതോ മാമ വീഡിയോ കാണുന്നയാ. മാമാക്ക് താങ്ക് യു പറ. താങ്ക് യു മാമാന്ന് പറ. മതി. താങ്ക് യു താങ്ക് യു മാമ. അപ്പൊ ഇതില് ഈ കയ്യിൽ കൊണ്ടുവന്ന 7 kg ഇവന്റെ ഡ്രസ്സും എന്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. ഇതാ രണ്ട് ഷോർട്സും ടീഷർട്ടും. ഇത് അബ്ദുള്ളയുടെ ബർത്ത്ഡേക്ക് അമാനും ഇല്ലായിരുന്നു കേട്ടോ. ടീഷർട്ട് ചെറുതാണോ ഷെബിയെ കണ്ടിട്ട്? ഇത് അബ്ദുള്ളയുടെ വക. ഓ ട്രൗസർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെച്ചോ വെച്ചോ. ഇനി എന്തിനൊന്നുമില്ലല്ലോ അതില്. ഇനി എന്തെങ്കിലും ഉണ്ടോ? നാട്ടിൽ നിന്ന് എനിക്കൊരു സാരി വാങ്ങിച്ചായിരുന്നു കേട്ടോ. ശരി സാരി നോക്കിയേ. വേണ്ട ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ സാധനം. എനിക്ക് ചുരിദാർ വാങ്ങണമെന്ന് പറഞ്ഞ് പോയതാ. അപ്പൊ അവിടെ ചെന്നപ്പോ ചുരിദാർ എന്നെ വിളിച്ചപ്പോ എനിക്കാണെങ്കിൽ ചുരിദാർ ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സാരി മതി. അങ്ങനെ എന്റെ ഒരു ഓഫ് വൈറ്റിന്റെ സാരി. ഇതിനകത്ത് സ്റ്റോൺ വർക്കാ വന്നേക്കുന്നത്. എന്തോ അമ്മാനും ഈ സാരി കൊടുത്തേക്ക് അങ്ങോട്ട് വെച്ചോ. അല്ലെ കളറാ. ഇതാ എൻ്റെ ബ്ലൗസ് എല്ലാം തയ്ച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നേതാ. ഇനി നമ്മുടെ കാർട്ടൂൺ പൊട്ടിക്കണം. കാർട്ടൂൺ പൊട്ടിക്കാൻ ഞാൻ ഇവിടെ ഇരുന്നാൽ ലെവലാകും തോന്നില്ല. നിലത്തിരിക്കാം അല്ലേ? അല്ല ഞാൻ ഇവിടെ എടുത്ത് വെക്കാം. ഓക്കെ ഓക്കെ എന്നാ താഴോട്ട് വെച്ചോ. അപ്പൊ നമുക്ക് ഇനി കാർട്ടൂണിലെ എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇത് വാപ്പായോട് എത്ര പറഞ്ഞായിട്ടും കാര്യമില്ല. ഇത് കണ്ടോ ജെല്ലി മുട്ടായി അബ്ദുള്ളക്ക് ഞാൻ കഴിഞ്ഞ മണിയാൻ കൊണ്ടുവന്നായിരുന്നു. വാപ്പായോട് പറഞ്ഞാലും വാപ്പ പറയുന്ന സാധനമില്ല, വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കണേ. ഇപ്പൊ കൊണ്ടുവന്ന് കാർട്ടൂൺ ഞാൻ പൊട്ടിച്ചപ്പോ ഉണ്ടല്ലോ ഫിഷ് മാറ്റണമല്ലോ. ഇത് കണ്ട ഉള്ളു ജെല്ലി മുട്ടായി കിട്ടിയ. ഇതിനെ അങ്ങ് മാറ്റിയ കലമാരിലോട്ട് വെച്ചു. ഇവിടെ കണ്ട ഇത് അമാനുവിന്റെ വക അബ്ദുള്ളക്ക് ഒരു വയലിൻ ഇട്ട്. അവന് ആ വയലിനും ഗിത്താറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കളിപ്പാട്ടിട്ട് കളിക്കാനേ. ബാറ്റ്മാനാ? ഇതാ കണ്ടില്ല ബാറ്റ്മാൻ. അയ്യോ കണ്ടില്ല കേട്ടാ. കണ്ടെങ്കിൽ കൊണ്ടിപ്പോ നടന്നേനെ. ഇതെന്തോ ഇതോനാ? ഇതാ ഇതെന്ന് വെച്ചാല് നമ്മളെ അതിൽ ഡിസൈനൊക്കെ ഉണ്ട്. സ്കെച്ച് നമ്മളിങ്ങനെ ഊതുമ്പോണ്ടല്ലോ സ്കെച്ച് എന്തോ സംഭവമായി. അത് അബ്ദുള്ളക്കാ അതെ. ഞാൻ അമാനുവിനോട് ഗുളിക മേടിക്കാൻ പറഞ്ഞായിരുന്നു. വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും മെഡിസിൻ എടുക്കുന്നുണ്ട്. അതെ ഓയിൽമെന്റ് ഏതാ അമാനു? പുറത്തു കൊടുക്കാനാ? ഫ്രണ്ട് എന്തോ മെഡിസിൻ പറഞ്ഞാൽ ഇത് എന്റെ മെഡിസിൻ കേട്ടോ. വിറ്റാമിൻ ഡി. പിന്നെന്താ പട്ടാവട, ചെറിയ ബോളി. ഓ മധുരസേവ തോന്നിയുണ്ടല്ലോ. മധുരസേവ മധുരസേവയല്ല ശർക്കര വരട്ടി. ഷെഫി നിങ്ങളുടെ ഫേവറേറ്റ്. ഇവിടെ വന്നിരിക്കുവാ ശർക്കര വരട്ടി. ഇത് ലോലിപോപ്പ്. ഇത് വല്യാപ്പ. ഈ കുക്കറിന്റെ ഉള്ളിലിരിക്കാൻ മറ്റേ ഉപ്പ എടുക്ക. ഞാനോണ്ടിരിക്കുമ്പോ എന്റെ തലയൊന്നും കാണുന്നില്ല. ലോലിപോപ്പ് കേട്ടോ. ഇത് ലോലിപോപ്പ്. ഇത് മാപ്പ ആൽപ്പൻലീവിന്റെ ലോലിപോപ്പ്. ഇത് കൊടുത്ത കലമാരിൽ വെച്ചു. ഇത് കണ്ടു കഴിഞ്ഞാല് പിന്നെ ഫുള്ള് തീർക്കും. ഇത് പക്കാവട. ഇത് പിന്നെ ചക്കവറ്റല്. ഇത് മുറുക്ക് പോലത്തെ എന്തോ സംഭവം. ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോഴേ കൊല്ലമല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ വരുന്നത്. നിങ്ങൾ അങ്ങോട്ടുള്ളത് കെട്ടിപ്പത്തിരിയും പിന്നെ ഇല്ലേ ശരിയേ അങ്ങോട്ടുള്ള സാധനങ്ങൾ കൂടുതലാ അല്ലേ? ഇങ്ങനെയുള്ള സാധനങ്ങളാ. വിടുന്നോ കുഞ്ഞിരുന്നോ? കാണുന്നില്ല നിങ്ങള്? താഴെ ചിന്തി കാണോ? ചിന്തിങ്ങിരിക്കടാ നീ.
അല്ല അവിടെ ഇവിടെ ഇരിക്കും. ഇവിടെ എന്റെ അടുത്തിരിക്കും. ഇവിടെ ഇരിക്കും. ഇല്ലേ നമ്മളങ്ങോട്ട് ഇത് പരിപ്പൊക്കെ സാധനങ്ങൾ കൂടുതലാണ്. അവിടെ നിന്ന് കോഴിക്കോട് മലബാർ സൈഡിലോട്ട് ആകുമ്പോഴത്തേക്ക് പിന്നെ അല്ലാതെ ഹോംലി ഫുഡുകളുണ്ടല്ലോ, ചട്ടിപ്പത്തിരി, അങ്ങനെയുള്ള എല്ലാം കിട്ടുന്ന പപ്പടം. ഞാനൊരു കുക്കർ പറഞ്ഞാലോ എന്റെ എന്നാ കുക്കറിന്റെ വിസിൽ കംപ്ലൈന്റ്. എന്റെ വിസിൽ എവിടെ ഇട്ടേക്കുന്നത്? ഇതിനുള്ളില്ല. ഇതൊന്ന് മുട്ടായുടെ വേളം. ഇത് ഉപ്പായ അമ്മോ ഇതെന്തോ മുട്ടായി മാത്രമേ ഇത് ഷെഫിയുടെ വാപ്പ് കൊടുത്തു വിട്ടിയാ. അത് കാണിക്കണ്ട കേട്ടോ. എല്ലാവരുടെ കണ്ടു ഒറ്റയടിക്ക് തന്നെ വെക്കും. വല്ലപ്പോഴും എടുത്തു വെച്ച് കൊടുക്കാം. കുക്കറ് എന്തൊക്കെയാ നോക്കട്ടെ. ശരിയെ കാണുന്നില്ല ക്യാമറയില്. കാണുന്നുണ്ട്. ഇത് ഞാൻ ഇവനോട് മൈലാഞ്ചിപ്പൊടി പറഞ്ഞേ. മൈലാഞ്ചിപ്പൊടി ചേമ്പ് ചുമന്നുള്ളി എന്താ മാമാനു തീരെ ചെറുതായി പോയത്. ചുമന്നുള്ളി കേട്ടോ. ചുമന്നുള്ളിക്ക് സത്യം പറഞ്ഞിട്ട് നല്ല വില കേട്ടോ. ഞാൻ എപ്പോ വന്നാലും നാട്ടിൽ നിന്ന് ചുമന്നുള്ളി കുറച്ച് പഴുക്കാറ്റ് കൊണ്ടുപോയി. ഇത് ശർക്കര ഇട്ട് പിന്നെ ഉണ്ടായിരുന്നില്ലേ? ശർക്കര ഷെഫിയുടെ ഫേവറേറ്റില്ലേ. ഇതും പപ്പടവേ. ഇതെന്താ അച്ചാറാ മാനു? ഇത് ചൂരമീൻ്റെ അച്ചാറേ. ചൂരമീൻ്റെ അച്ചാറ്. ഇത് മാങ്ങ അച്ചാറ്. ഫാത്തിമാനെ കിട്ടിയതല്ലേ? നാത്തൂന്റെ കിട്ടിയത് മാങ്ങ അച്ചാറ്. 3 അച്ചാറുണ്ടല്ലേ? ഇത് നാരങ്ങയാ? നാരങ്ങ അച്ചാറ്. അബൂദിക്ക് അബ്ദുള്ളയുടെ ആകെ പെൻസില്. ഇത് പേന കൊണ്ടുപോകുന്നു. ഇതെന്റെ ഡ്രസ്. ഇനി ആ പെട്ടി ഒന്ന് അത്തച്ചേക്ക്. അയ്യോ ഞാൻ കാണിക്കാൻ പറഞ്ഞത്. ഇത് ഫുള്ള് ഫിഷാണ് കേട്ടോ. ഇത് കുറച്ച് ഷെല്ല്, പിന്നെ കക്ക ഇറച്ചിയും ഇല്ലേ, കക്ക ഇറച്ചി, പിന്നെ ബക്കറ്റിങ് കേട്ടതാ. പക്ഷെ അശ്വിൻ ആദർശം പറഞ്ഞേ ഇതിന്ന് ഇതൊന്ന് ബക്കറ്റിന്ന് ഞാൻ സാറില്ല, ബക്കറ്റിന്ന് ഇത് പൊട്ടിക്കണം എന്നല്ലേ മീൻ ചീത്തയായി പോകുന്നു. ഇതില് കുറച്ച് ഇതൊന്ന് പൊട്ടിച്ചെന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതില് നെമ്മീനുണ്ട്, കൊഞ്ചുണ്ട്, പിന്നെ ചൂരയുണ്ട്, കക്കാർച്ചി ഉണ്ട്, അങ്ങനെ കുറെ മീനുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്നപ്പോ മാട് പറഞ്ഞ എല്ലാം കുറച്ച് കഴിക്കണമെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇത്തിരി മീൻ കൂട്ടണം. ഇതെന്തുവാ? ഇത് എന്റെ ഫേസ് വാഷ്. ഇത് പിന്നെ ഡ്രസ്സാട്ടോ. എൻ്റെ വീടിനടുത്ത് അനീസ എന്ന് പറഞ്ഞൊരു ഇത്തണ്ട് കേട്ടോ. അപ്പൊ അനീസാത്ത എനിക്ക് കൊടുത്തു വിട്ടാണ്. ഇത് പരസ്യം ചെയ്യാനുള്ള ഡ്രസ്സാണേ. ഇത് അമാനുവിന് ജുബ്ബ, കുർത്ത. അതാണ്ട് ഇത് ഷോൾ എനിക്ക്. പിന്നെ ഇത് ഡ്രസ്സ്. ഇത് സ്കേർട്ടാണ് കേട്ടോ. ഇത് സ്കേർട്ടും ഇത് ബ്ലൗസും കൂടെ. റീലെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അമാനു ഇതൊന്ന് തിരിച്ച് അത് വെച്ചോനെ. ആ മസാല വൈറ്റ് ആയതുകൊണ്ടേ. പിന്നെ ഇതെന്തുവാ? ഇതെനിക്ക് കമ്മല് കേട്ടോ. കമ്മല് വേണ്ടേ, ഇതെല്ലാം നാത്തും വാങ്ങിച്ചു കൊടുത്തുവിട്ടതാ. കൺമഷി സേഫ്റ്റി. പിന്നെ ഒരു വൈറ്റ് പറയുന്നുണ്ട്. ഇത് ചെരുപ്പ് നിന്നെ കണ്ണിന്റെ ചെരുപ്പാ? അതെന്റെ ചെരുപ്പ്. അതിന്റെ ചെരുപ്പാ. ചിപ്സ്. ഇതാണ് അമ്മേന്റെ കിണ്ണത്തപ്പാ. ശിവനിച്ച് കഴിക്കാൻ തോന്നുന്നതാ. നീ നോക്കണൊക്കെ. ഇത് ഉമ്മാന്റെ സ്പെഷ്യൽ കിണ്ണത്തപ്പ കേട്ടോ. ഒന്ന് പൊട്ടിച്ചാടാ പീസടാ. നീ കത്രി കേട്ടാ, ഞാൻ കെട്ടിയോളാം. ഇത് കുറച്ച്
ഹിജാബ്സ് ആണ് കേട്ടോ. ഇതാണ് ഇത് ഹിജാബ്സ് ആണ്. ഇത് പിന്നെ പരസ്യത്തിനുള്ളതാണ്. അപ്പൊ ഇതും അല്ലേ ഇത് ഓപ്പൺ ആക്കുന്നില്ല, 1 by 1 ആയിട്ട് ഓപ്പൺ ആക്കുന്നില്ല. ഇടുമ്പോ ഇത് കാണാം. ഇത് പത്തിരി മിച്ചർ. ഓക്കെ ഇത് ഷെഫിക്ക് ഡ്യൂട്ടിക്കിടാനാ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കറിവേപ്പില. ഉമ്മായോട് ഞാൻ പറഞ്ഞേ കുറച്ച് കറിവേപ്പില കൊടുത്തു വേണേന്ന് പറഞ്ഞേ. വേണ്ട കറിവേപ്പില. പിന്നെ അലുവ. ഇത് കക്ക വറുത്തത് കേട്ടോ. ഷെഫിക്ക് വേണോ പറഞ്ഞ ഉമ്മ കൊടുത്തു വിട്ട അലുവ. ഏത്തക്ക, നെയ്. ഇത് ഉണക്ക ചൂട. ഇത് ചിപ്സ്. ഇതും ചിപ്സ്. ഇത് അരിപ്പൊടി കേട്ടോ. പുട്ടുണ്ടാക്കണ്ടേ, പുട്ടുണ്ടാക്കാൻ ചുമ്മാടെ അരിപ്പൊടി ഇട്ടാ പുട്ടുണ്ടാക്കുന്നത്. ഇത് ബീഫ്. ഇതും പത്തിരി. ഇത് ദേ ഏത്തക്ക. അപ്പൊ കണ്ടോ ഇത്രയും ഐറ്റങ്ങളാണ് കൊണ്ടുവന്നത്. കുറെ 40 ഞാൻ ആലോചിക്കുന്നത് ഇത്ര 48 കിലോ ഉണ്ടായിരുന്നോ കണ്ടപ്പോ കുറച്ചുകൂടെ. ഇത് കണ്ടോ ഉമ്മാന്റെ സ്പെഷ്യൽ കിണ്ണത്തപ്പാണ്. ഇങ്ങനെ എപ്പോ 4 കൊണ്ടു. എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാവോ. മലബാറിന് അങ്ങോട്ട് എന്തോ ഇതിന് പറയുന്നത് എനിക്കറിയത്തില്ല. ചിലർ പറയും കടത്തപ്പം, പക്ഷെ ഇത് കടത്തപ്പം അല്ല. ഇത് നെല്ല് കുത്തിയ അരിയില് ശർക്കരയും തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കും കേട്ടോ. ഉപ്പ വെക്കണം. ഷെബി ഓരോ മീനിന്റെ കവർ പൊട്ടിച്ചോണ്ടിരിക്കും കേട്ടോ. ഇതേണ്ട നെമ്മീന്. ഷെബി പൊട്ടിച്ചു കഴിഞ്ഞാ ബാക്കി മീൻ പൊട്ടിച്ചോണ്ടേ. നമ്മുടെ ബാക്കി മീനുകളെല്ലാം ഷെബി പാക്കിങ് പൊട്ടിച്ചോണ്ട് വന്നതാണ്. ഷെല്ല് കക്കാറച്ചി കേട്ടോ. പിന്നെ ഇത് ചെമ്മീനാണ്. കാണുന്നില്ല ചെമ്മീന്. ഉമ്മ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഭയങ്കര അടിപൊളി പാക്കിങ് കേട്ടോ. ചൂരമീൻ എന്തേ? ചൂരമീൻ ഇതാണ്ട് ഇവിടെ ഉണ്ട്. ഇല്ല നെമ്മീനാന്ന് തോന്നിയത് ഫുള്ള്. നെമ്മീനാ. അപ്പൊ ഇത്രയും മീൻ നാട്ടിൽ നിന്ന് കുറച്ച് ഫ്രഷ് മീൻ കഴിക്കണം അതില്ലേ. നല്ല എന്തായാലും നേരെ ഡയറക്ടർ വരുന്നല്ലേ, അങ്ങനെ നാടൻ മീൻ വരട്ടെന്ന്. അപ്പൊ കണ്ടോ ഇത്രയൊക്കെ സാധനങ്ങളായിരുന്നു നാട്ടിൽ നിന്നപ്പോ കൊണ്ടുവന്നത്. ഞങ്ങളൊക്കെ വരുമ്പോ കുറച്ച് അധികം കൂടെ കൊണ്ടുവരും. ഇതിപ്പോ ഇവർക്ക് ഇത്രയും കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആവും കൊണ്ടുവന്ന്. അപ്പൊ പക്ഷെ ഇത്രയും മുട്ടായിയുടെ അത്യാവശ്യം ഇഷ്ടംപോലെ മുട്ടായി കൊണ്ടുവരും. പറഞ്ഞതാ അവന്റെ സാധനങ്ങൾ. അപ്പം കണ്ടോ അമാനു ഇങ്ങ് വാ. വേണ്ടേ. അപ്പൊ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അമാനു കാണുന്നില്ല നിന്നെ അല്ലേ. ഓക്കെ അപ്പൊ ഞങ്ങള് ഇനി ഇതെല്ലാം സെറ്റാക്കി വെക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അതിന് എൻ്റെ കൂടെ ഇരിക്കണം മറുപടി പറയാനേ. അപ്പൊ അമ്മാനോട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണേ. ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ആൻസറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അമ്മാനുമായിട്ട്. അപ്പം